ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇത് കൂട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേനും ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം കേട്ടോ. ആദ്യമേ നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഗൈസ് ഈ പോസ്റ്റിൽ ഇത് എഴുതിയേക്കുന്നത് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. അപ്പോൾ സലീം കുമാറിന് വേണ്ടി സ്മാരകം പണിയുന്നത് നമ്മുടെ പാവപ്പെട്ടവരുടെ നികുതി പണം ഉപയോഗിച്ചല്ല എന്നാണ് മാമുക്കോയുടെ മോനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ സലീം കുമാർ എന്നല്ല, ഒരു നടന്മാർക്കും ഇവിടെ സ്മാരകമൊന്നും പണിയേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയോ നടന്മാർ നമ്മുടെ മരിച്ചുപോയ നടന്മാരുണ്ട്. ഈ സലീം കുമാറിനേക്കാളും അവരെ ഒത്തിരി വലിയവരെ അങ്ങനെ നമ്മൾ അവരുടെ ഇതളക്കാനുള്ള അവരുടെ കഴിവുകൾ അളക്കാൻ നമ്മൾ ആളല്ല. അപ്പോൾ വലിയവൻ ചെറിയവൻ എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഒരു നടന്മാർക്ക് വേണ്ടി നമ്മൾ സ്മാരകം പണിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രത്യേകിച്ചും ഈ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്മാരകം പണിയേണ്ട ആവശ്യമുണ്ടോ? അത് ആ മാമുക്കോയുടെ മോൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു കേട്ടോ. കാരണം അങ്ങനെ നടന്മാർക്ക് പണിയാൻ അല്ലെങ്കിൽ നടികൾക്ക് പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തോരം സ്മാരകം പണിയേണ്ടി വരും. ഇപ്പം എന്തോരം പേർക്ക് പണിയാത്തതുണ്ട്. അപ്പോൾ നമ്മുടെ ഒത്തിരി നടന്മാർ ഇപ്പം സ്മാരകം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രതിമ മാത്രമല്ല, ആ നടൻ്റെ പേരിൽ എന്ത് പണിതാലും അത് അങ്ങനെയാണ്. ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാളോ അങ്ങനെ എന്ത് പണിതാലും എന്നാ അത് ആ നടൻ്റെ പേരിലുള്ള ഒരു സ്മാരകമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഇത് പ്രതിമ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, എന്നാ ഒരിക്കലും ഒരു നടൻ്റെ പേരിലും ഇങ്ങനെ സ്മാരകം പണിയേണ്ട ആവശ്യമില്ല. അങ്ങനെ പണിയാനാണെങ്കിൽ ഒത്തിരി പണിയണ്ടേ. പിന്നെ ആ പൈസ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സലീം കുമാറിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ്റെ പേരിൽ ഇത്ര പേരുടെ പാവപ്പെട്ടവരെ കല്യാണം നടത്തുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ വീട് പണിഞ്ഞു കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് സ്മാരകമൊക്കെ പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആർക്കും ചിലപ്പോൾ ലൈബ്രറി ഒക്കെ ആണെങ്കിൽ കുറച്ച് പേര് വന്ന് പുസ്തകം വായിക്കുമായിരിക്കും. അതും എനിക്ക് വലിയ പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നില്ല. അതിപ്പോൾ ആരുടെ പേരിലാണെങ്കിലും അതിനേക്കാളും ഭേദം ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കുമോ അല്ലെങ്കിൽ വല്ല സ്കോളർഷിപ്പ് കൊടുക്കുമോ ആ നടൻ്റെ പേരിൽ കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെ വല്ലതും ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പാവപ്പെട്ടവർക്ക് പ്രദമാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഓൾറെഡി നമ്മുടെ കേരളം വൻ കടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എത്രയോ കോടി രൂപ നമ്മുടെ കേരളത്തിന് ഇപ്പോൾ കടമുണ്ട്. അതിനകത്തു നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്മാരകം പണിയേണ്ട ആവശ്യമുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണുണ്ട്. കാരണം എന്തോരം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫാമിലി അവർക്ക് കയറി കിടക്കാൻ പോലും സ്ഥലമില്ലാതെ പുഴയിൽ മുങ്ങി മരിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ട് എന്തോരം കുടുംബത്തെ സഹായിക്കാൻ പറ്റും. അതിന് പുറമെ ഈ സ്മാരകമൊക്കെ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഭയങ്കര ഒരു തെറ്റായ ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു നടനെ നമ്മൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല. ഇത് പാവങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണ്. ഒരു പെൻഷൻ അല്ലെങ്കിൽ എന്തോരം KSRTCക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പം പൈസ മുടങ്ങി കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ കറക്റ്റായിട്ട് അവരുടെ പെൻഷൻ പൈസകളും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ളതിന് അതീന്ന് ആ പൈസയിൽ വക മാറ്റി ഇങ്ങനെ സ്മാരകമൊക്കെ പണിയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല കേട്ടോ. യോജിക്കാൻ പറ്റുന്നവരുണ്ടാവും. കാരണം അദ്ദേഹത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പൈസ എടുത്ത് അങ്ങനെ സ്മാരകമൊക്കെ പണിയാനുള്ള ഒരു സ്നേഹമൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് മറ്റ് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പൈസയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് കിട്ടേണ്ട പൈസയാണ്, അല്ലെങ്കിൽ ഒരാൾ അധ്വാനിച്ചതിൻ്റെ പൈസയാണ്. അതെടുത്ത് ചുമ്മാ ഒരു സ്മാരകം പണിത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ആരും നോക്കാതെ ഉപേക്ഷിച്ച നിലയിൽ വരെ ആകും. കാരണം സാധാരണ ഈ സർക്കാരൊക്കെ പണിയുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് ആ പൈസയൊക്കെ എത്തേണ്ടവരുടെ കയ്യിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.